ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ വിജിത. അപ്പോൾ ഇന്ന് ചെറിയൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. കാലത്തത്തെ മാത്രം കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വ്ളോഗാണ്. അതായത് ഒരു ഈവനിങ് വരെയുള്ള വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റിട്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചതിന് ശേഷം അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈയിടെയായിട്ട് എനിക്ക് കുറച്ച് വയ്യായികയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ തലേദിവസം പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതന്ന് കാലത്ത് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടം രാത്രിയിലത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പാത്രങ്ങൾ കഴുകി കഴിഞ്ഞാൽ പിറ്റേ ദിവസം കാലത്ത് എണീക്കുമ്പോൾ ഒന്ന് സുഖമായിട്ട് അടുക്കളയിലത്തെ പണികൾ പിറ്റേ ദിവസം മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇന്നലെ തലേദിവസമൊക്കെ ഒട്ടും വയ്യായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം വലിയ എനർജി ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഈ ക്ലൈമറ്റിൻ്റെ ഒക്കെ ആയിരിക്കും, എല്ലാവർക്കും ഉണ്ട് ഈ വയ്യായ്കയും കാര്യങ്ങളൊക്കെ. അങ്ങനെ കാലത്തേറ്റ് കുറച്ചധികം പാത്രങ്ങളൊക്കെ കഴുകാണ്ട് ഈ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും ചോറ് വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കുക വെച്ചപ്പോൾ ദോശമാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാനും സാഗറേട്ടന് കാലത്ത് ചോറ് കഴിക്കാം, ഉച്ചയ്ക്ക് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പരിപ്പ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ സാഗറേട്ടനെ പരിപ്പ് മേടിക്കാൻ വേണ്ടി പറഞ്ഞേച്ചേക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഒരു കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം പുറത്തൊക്കെ വന്നിരുന്നു കേട്ടോ. കാലത്ത് തന്നെ ഇങ്ങനെ പുറത്ത് വന്നിരുന്ന് ഇങ്ങനെ ചുറ്റുവട്ടമൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ സ്കൂളിൽ പോകുന്നവരുണ്ട്, കാലത്ത് തന്നെ സ്കൂളിൽ പോകുന്നവരുണ്ട്, പിന്നെ ജോലിക്ക് പോകുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കും. ഇനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് റിപ്ലൈ കൊടുക്കണം. കാലത്ത് തന്നെ കുറച്ച് കസ്റ്റമേഴ്സിന് റിപ്ലൈ കൊടുക്കാനും മെയിൽ അയക്കാനും അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ള ചേച്ചിക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതൊക്കെ ഇട്ട് കൊടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ അതായത് തലേ ദിവസം അലക്കിയിട്ടുണ്ടായിരുന്ന കുറച്ച് ഡ്രസ്സുകളാണ്, ഈവനിങ്ങിൽ അലക്കിയിട്ടുണ്ടായിരുന്ന കുറച്ച് ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ പുറത്തിങ്ങനെ ഉണക്കിയിടും. തൊട്ടപ്പുറത്ത് വീട് പണി നടക്കണ്ടേ, അപ്പോൾ നല്ല പൊടി. അപ്പം ഞങ്ങൾ അഴയ്ക്കാൻ വിടാറില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്റ്റാൻഡ് വെച്ചിട്ട്, ഈ സ്റ്റാൻഡ് ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. മീഷോന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങിയതാണ്. നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. വേഗം തുരുമ്പൊന്നും പിടിക്കില്ല. എൻ്റെ വീട്ടിൽ മേടിച്ചിട്ടുണ്ടായത് വേഗം തുരുമ്പ് പിടിക്കാൻ നാശമാവുക, കാറ്റടിക്കുമ്പോൾ വീഴുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോറുണ്ടു. ചോറ്, കായപ്പേരി, പരിപ്പ് കറി, ചമ്മന്തി, ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അതിന് നേരെ പോയിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ആവണം. അങ്ങനെ കുളിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്യണം കേട്ടോ. നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തിയും ഗ്ലോ ആയിട്ടിരിക്കുക എന്നുള്ളത് നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ചില സമയത്ത് നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് DIYs ഒന്നും ചെയ്യാൻ ടൈം കിട്ടിയെന്ന് വരില്ല. അതിന് വേണ്ടിയിട്ടുള്ളൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് ഹിമാലയയുടെ നീം പ്യൂരിഫൈങ് ഫേസ് വാഷ്. നീം എന്ന് പറയുന്നത് നമുക്കറിയാം പവർഫുൾ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ഇൻഗ്രീഡിയൻ്റ് ആണ്. ആദ്യം ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് ഹിമാലയയുടെ ഫേസ് വാഷ് എടുത്തിട്ട് ഫേസിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 100% നാച്ചുറലി ഡിറൈവ്ഡ്, 99.9% നമ്മുടെ ഫേസിൽ പിമ്പിൾസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയസിനൊക്കെ റിമൂവ് ചെയ്യുന്നതാണ് കേട്ടോ. ഫസ്റ്റ് വാഷിൽ തന്നെ അത് വർക്ക് ചെയ്യുന്നതാണ്. സോപ്പ് ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്. പിമ്പിൾസ് റെഡ്യൂസ് ചെയ്യുന്നുള്ളത് ക്ലിനിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ pH ഫ്രണ്ട്ലിയും കൂടെയാണ്. പിന്നെ ഇന്ത്യയിൽ മില്യൺസ് ഓഫ് കസ്റ്റമേഴ്സ് ആണ് ഇത് ട്രസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുക പിമ്പിൾ ഫ്രീ ഹെൽത്തി സ്കിൻ വിത്ത് ഹിമാലയ പ്യൂരിഫൈ നീം ഫേസ് വാഷ്. പ്രൊഡക്റ്റ് ആമസോണിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. ഗെറ്റ് മിനിമം 30% ഓഫ് ആൻഡ് പ്രൊഡക്ട്സ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ, പ്ലീസ് ചെക്ക്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വന്നിരിക്കുമ്പോഴാണ് ഇതാ പീലി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാന്ദ്രീച്ചിയുടെ അമ്മാമ്മയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ പീലിനെ ജസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു ലിപ് ബാം വാങ്ങിയിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നീട് പറയാം കേട്ടോ. പിന്നെ ഇതാ നമ്മൾ നേരെ ഒരു മോഡലൊക്കെ ഇടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് വന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു മോഡൽ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക്, പിന്നെ ഒരു പീക്കോക്ക് ബ്ലൂ പോലത്തെ ഒരു കളർ കേട്ടോ. അപ്പോൾ അത് തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചേച്ചി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തയ്ക്കാനുള്ളതൊക്കെ. പിന്നെ 2 കുട്ടികളുണ്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അവരതേ തയ്ച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യണത് ഒരു ഡ്രസ്സ് മോഡലിടാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇട്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുവരെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല മോഡല്. പിന്നെ ഒരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അത് ജസ്റ്റ് ഒന്ന് പീലിക്ക് കുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം പീലിക്ക് കുറച്ച് മുടി ലെങ്ത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ പീലിക്ക് കുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു റോ കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ ക്ലിപ്പിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ, പേകളൊക്കെ ഒട്ടിച്ചിട്ട്.
അപ്പോൾ പീലിയുടെ മുടി ലെങ്ത് ഉള്ള കാരണം ഈ ടൈപ്പ് ക്ലിപ്പ് കുത്താൻ പറ്റും. അപ്പോൾ അതൊന്ന് കുത്തി കൊടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ പീലിക്ക് ക്ലിപ്പ് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അവൾക്കതൊന്ന് തൊട്ട് നോക്കി നോക്കണം, ശരിയാക്കി നോക്കണം. അങ്ങനെ തൊട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഊരി പോകുന്നു കേട്ടോ. 2 കഷ്ണമാക്കിയിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു. ആൻറ്റി ഇത് നാശമായി പറഞ്ഞിട്ട്. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ ക്ലിപ്പ്. നല്ല ഭംഗിയില്ലേ കാണാൻ, എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നല്ല രസമുണ്ടാവും ഇങ്ങനത്തെ ബോ പോലത്തെ ക്ലിപ്പൊക്കെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ. ഇങ്ങനെ മുകളിലേക്കായിട്ട് കുത്തി കൊടുത്തേക്കണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തല താഴ്ത്തി പിടിക്കുമ്പോഴാട്ടോ കാണാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് താഴ്ത്തി പിടിക്കണം. മുടി അധികം തന്നെ ലെങ്ത് ഇല്ലാത്ത കാരണം ഞാൻ കുറച്ചിങ്ങനെ മുകളിലേക്കായിട്ടാണ് കെട്ടി കൊടുത്തേക്കണത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ മോഡൽ ഇടാനുള്ളത് നമുക്ക് ഇൻ്റർലോക്കൊക്കെ ചെയ്ത് കിട്ടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി ഇൻ്റർലോക്കൊക്കെ ചെയ്ത് തന്നു. ഇനി അയൺ ചെയ്യാനുണ്ട്. ഞാൻ ലൂസായിട്ടുള്ളൊരു സ്ലീവ് ആട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ടുള്ള ഒരു ആലിയ കട്ട് നമുക്ക് ഓഫീസ് വെയറോ അല്ലെങ്കിൽ കോളേജ് വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ആലിയ കട്ട് കുർത്തിയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത്. ഇത് വിചിത്ര സിൽക്സ് ആണ് മെറ്റീരിയൽ. ഒരു 3/4 സ്ലീവ് വരുന്നതാണ്. സ്ലീവിൽ ലേസൊക്കെ വെച്ചിട്ടുള്ളതാട്ടോ. ഇതിൽ ജോർജറ്റ് മെറ്റീരിയൽ നമ്മൾ ചെയ്തപ്പോൾ വേഗം തന്നെ കുറേ ഓർഡറുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വേഗം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. പിന്നെ വീണ്ടും നമ്മൾ മെറ്റീരിയൽ എടുത്ത് റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അങ്ങനെ കുറേ ട്രൈ ചെയ്തിട്ടല്ലേ നമുക്ക് ഓരോ മോഡൽസൊക്കെ എങ്ങനെയുണ്ട് പോവോ എന്നൊക്കെ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു മോഡലും കൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് സ്ലീവ്. എനിക്ക് ചെറിയൊരു ലൂസ് ഉണ്ടായിരുന്നു. സ്ലീവ് ഞാൻ ലൂസ് പോലെ ഇടണമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. കാരണം കുറേ കസ്റ്റമേഴ്സ് പറയാറുണ്ട് മുസ്ലിമാണ്, കുറച്ച് സ്ലീവ് ഇറക്കം വേണം, കുറച്ച് സ്ലീവ് ലൂസ് വേണം എന്നൊക്കെ. ആ രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. പിന്നെ വീഡിയോയിൽ കാണുന്ന കറക്റ്റ് കളറല്ല കേട്ടോ. ഒരു പീകോക്ക് ബ്ലൂ ആണ്. വീഡിയോയുടെ ലൈറ്റിങ് ശരിയല്ലാത്ത കാരണം കൃത്യമായിട്ട് കിട്ടാത്തത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് ഓർഡർ എടുത്ത് തുടങ്ങാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് മോഡൽ ഇടാനൊക്കെ ആയിട്ട് ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ടതാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൊറിയർ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. ഈ ഒരു മോഡലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്നത്. ഞാൻ ഫോട്ടോ ഇവിടെ സൈഡിൽ കാണിക്കാം കേട്ടോ. ഒരു ആലിയ കട്ട് കുർത്തിയാണ്, നേരത്തെ കാണിച്ച പോലെ ലേസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ദുപ്പട്ടയുണ്ട്. ബോട്ടം ഇല്ല കേട്ടോ, ദുപ്പട്ടയും ടോപ്പ് മാത്രം അങ്ങനെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഓർഡർ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കുറേ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. www.vishwanti.com ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മളുടെ പേജിൽ അവൈലബിൾ ആയിട്ടുള്ള മോഡൽസൊക്കെ കാണാം കേട്ടോ. ഇനി കൊറിയറൊക്കെ അയച്ച് സാഗരേട്ടൻ പാക്ക് ചെയ്ത് കൊറിയർ കൊണ്ടുകൊടുക്കാനായിട്ട് പോകും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മോർണിംഗ് വ്ളോഗിലുള്ളത്. അപ്പോൾ കുഞ്ഞു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ, സീ യു.